ഹലോ എവ്രി വൺ. ബാഴ്സലോണയുടെ പുതിയ ഹൈലൈറ്റ് പാക്ക് വന്നിട്ടുണ്ടല്ലോ. അതിൽ നമുക്ക് വേണ്ട ലാമിൻ യമാൽ അതിലിരിപ്പുണ്ട്. സോ 5 പ്ലെയേഴ്സിൻ്റെ ഒരു പാക്കാണ് ഇത് വരുന്നത്. ഇതിൽ ലാമിൻ യമാലുണ്ട്, പെഡ്രി ഉണ്ട്, കുണ്ടയുണ്ട്, പിന്നെ ആരാ റാഫിന ഉണ്ട്, ലെവൻഡോസ്കി ഉണ്ട്. സോ ഇതിൽ നമുക്ക് വേണ്ടത് ലാമിൻ യമാലിനെയാണ്. കാരണം കഴിഞ്ഞ തവണ ഇതുപോലെ ലാമിൻ യമാലിനെ കിട്ടുന്ന വെച്ച് കറക്കിയിട്ട് നമുക്ക് കിട്ടിയില്ല. സോ ഇതിലാരെ കിട്ടാൻ നോക്കാം. എന്തായാലും 5 എണ്ണം ഉണ്ടല്ലോ, എൻ്റെ ആവശ്യത്തിന് കോയിൻസ് ഉണ്ട്. സോ എന്തായാലും ഞാൻ ലാമിൻ യമാലിനെ കറക്കിയെടുക്കും. ഇതാരാ പെഡ്രി. കമാൺ, പെഡ്രീനെ നമുക്ക് ആവശ്യമില്ല. കാരണം എൻ്റെ പ്ലേ സ്റ്റൈലിൽ പെഡ്രീനെ എനിക്ക് കളിപ്പിക്കാൻ സാധിക്കില്ല. പെഡ്രി, മെസ്സി പോലത്തെ പ്ലേയേഴ്സിനെ എനിക്ക് കളിപ്പിക്കാൻ സാധിക്കാത്ത പ്ലേയേഴ്സാണ്. സോ ട്രൈ ഫോർ ദ നെക്സ്റ്റ് ടൈം. ഈ കാർഡ് കറക്കുന്ന പല ട്രിക്സും പലരും ഇട്ടത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ട്രിക്സ് ഒന്നും എൻ്റെ വർക്കൗട്ട് ആയിട്ടില്ല. ഞാനിതുപോലെ കോയിൻ കളക്ട് ചെയ്ത് കറക്കിയാണ് നമുക്ക് വേണ്ട പ്ലേയേഴ്സിനെല്ലാം സൈൻ ചെയ്തിട്ടുള്ളത്. സോ രണ്ടാമത്തെ കറക്കി നോക്കാം, ആരാണെന്ന് നോക്കാം. കമോൺ, ലാമിൻ വന്നാൽ മതിയായിരുന്നു. കുണ്ട എൻ്റെ ഓൾറെഡി ഉള്ള പ്ലെയറാണ് കുണ്ട. പക്ഷേ ഈ കുണ്ട പക്ഷേ RB ആണ്. എൻ്റെ ഉണ്ടായിരുന്നത് CB ആണ്. സോ ഈ കുണ്ടനെ നമുക്ക് RB ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വി ക്യാൻ സ്വാപ്പ് വിത്ത് അതർ വൺ. സോ ലെവൻഡോസ്കി, യമാലും റാഫിനെയാണ് ഇതിപ്പോൾ ബാക്കിയുള്ളത്. സോ ലക്ലി ദിസ് ടൈം എങ്കിലും നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എത്ര കോയിൻ കൊടുത്തിട്ടാണ് ലാമിൻ യമാലിന് കിട്ടുന്നവരെ കറക്കും ഞാൻ. നോക്കാം. ഓ മാൻ, കിട്ടി. ആ വൈറ്റ് ഹെയർ കണ്ടായിരുന്നു. ഇവിടെ ലാമിൻ യമാലാണ് ഇരിക്കുന്നത്. അൺബിലീവബിൾ ഫോമിലുള്ള പ്ലെയറാണ് ഇപ്പോൾ യമാൽ. 85 ആണ് ഈ കറണ്ട് റേറ്റിംഗ് എങ്കിലും നമുക്ക് 95, 96 വരെ ഡയറക്റ്റ് ലെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ യമാലിൻ്റെ കുറച്ച് ഗെയിം പ്ലേസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.